തൃശൂർ പാലയൂർ പള്ളിയിലെ കരോൾ ഗാനം തടസ്സപ്പെടുത്തിയ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തൃശൂരിലെ CPM നേതൃത്വം നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ SIയുടെ നടപടി നിയമപരമാണെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് CPMന്റെ ജില്ലാ നേതൃത്വം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരിട്ട് കത്തു കൈമാറിയിരിക്കുന്നത്. ക്രിസ്മസ് തലേന്ന് രാത്രിയാണ് ഈ സംഭവം തൃശ്ശൂരിലെ പാലയൂർ പള്ളിയിൽ നടക്കുന്നത്. പാലയൂർ പള്ളിയിൽ കാലാകാലങ്ങളായി വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി സംഘം ചേർന്നുള്ള കരോൾ ഗാനാലാപനം നടക്കുന്നതാണ്. എന്നാൽ ഇക്കുറി രാത്രി 8 മണിയോടുകൂടി കരോൾ പാടുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചാവക്കാട് SI വിജിത്ത് സംഭവ സ്ഥലത്തെത്തുന്നത്. തുടർന്ന് മൈക്കിലൂടെ ഗാനം ആലപിക്കാനുള്ള അനുമതിയില്ലെന്നും മൈക്ക് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതിയില്ലെന്നും SI നിലപാടെടുത്തു. വികാരി അടക്കമുള്ള ട്രസ്റ്റ് അംഗങ്ങൾ SIയുമായി സംസാരിച്ചുവെങ്കിലും കൂടുതൽ സംസാരിച്ചാൽ പള്ളിയിൽ തൂക്കിയിരിക്കുന്ന നക്ഷത്രങ്ങളടക്കം എല്ലാം വലിച്ചു പുറത്തേക്കിടുമെന്നായിരുന്നു SIയുടെ ഭീഷണി. ഇതിന് പിന്നാലെ കരോൾ ഗാനാലാപനം പൂർണ്ണമായും തടയുകയായിരുന്നു പോലീസ്. ഈ സംഭവം വിവാദമായതിന് പിന്നാലെ പള്ളി വികാരിയും അതുപോലെ ട്രസ്റ്റ് അംഗങ്ങളും മുഖ്യമന്ത്രിക്കും അതുപോലെ DGPക്കും പരാതി നൽകി. CPMന്റെ ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റിയും ഒന്നടങ്കം SI വിജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വത്തിന് കത്തു നൽകി. എന്നാൽ പിന്നാലെ അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു SI വിജിത്ത്. പിന്നാലെ കഴിഞ്ഞ ശനിയാഴ്ച ശബരിമല ഡ്യൂട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ എരുമപ്പെട്ടി SIയായി ഇദ്ദേഹത്തിനെ നിയമിക്കാനുള്ള നടപടികൾ പൂർത്തിയായി എന്നുള്ള വാർത്തകളും പിന്നാലെ വന്നു. അപ്പോൾ പ്രാദേശിക CPM നേതൃത്വം ഇടയുകയായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ലയിൽ പാലയൂർ പള്ളി. പാലയൂർ പള്ളിയിൽ തൃശ്ശൂർ ജില്ലയിലെ ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് പാലയൂർ പള്ളി. അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തിരുമേനി തിരുകർമ്മങ്ങൾ നടത്താൻ എത്തുന്നതിന് മുൻപായിരുന്നു കരോൾ ഗാനാലാപനം. ആ കരോൾ ഗാനാലാപനത്തിന് എല്ലാവരും ഒന്നുചേർന്ന് പള്ളിമുറ്റത്ത് സംഘടിച്ച സമയത്താണ് പോലീസിന്റെ ഇടപെടൽ. ഒരിക്കലും പള്ളി അധികാരികളോ അല്ലെങ്കിൽ വിശ്വാസികളോ ഇത്തരമൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നതല്ല. കാലാകാലങ്ങളായി ഈ കരോൾ ഗാനാലാപനം അവിടെ നടന്നു വരുന്നതാണ്. പ്രത്യേകിച്ച് തിരുക്കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുൻപ്. ഇക്കുറിയും അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തിയായ ഘട്ടത്തിലാണ് പോലീസിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ. പോലീസിനെ അനുനയിപ്പിക്കാൻ പള്ളിയുടെ അധികാരികൾ പലതവണ ശ്രമിച്ചുവെങ്കിലും ഒരു തരത്തിലും വഴങ്ങുന്ന നിലപാടിലായിരുന്നില്ല SI വിജിത്ത്. ഇതിന് പിന്നാലെയാണ് പ്രാദേശികമായി വലിയ തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും പോലീസിന്റെ നടപടി ഒരു മതവിഭാഗത്തെ പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനും എതിരാക്കുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയും പ്രാദേശിക നേതൃത്വവും SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകിയെങ്കിലും ഇതേക്കുറിച്ച് പോലീസിലെ ജില്ലാ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ SI വിജിത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് ഉണ്ടാക്കിയത്. SI വിജിത്തിന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു പോലീസിന്റെ ജില്ലാ നേതൃത്വം. ജില്ലയിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിൽ നിയമപരമായി മാത്രമേ SI പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും SIയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നുമായിരുന്നു റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് പ്രമോഷനും മറ്റ് നടപടികളും SIക്ക് ലഭിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ CPMന്റെ ജില്ലാ കമ്മിറ്റി തന്നെ ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MM വർഗീസാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരിട്ട് കത്തു കൈമാറിയിരിക്കുന്നത്. പാലയൂർ പള്ളിയിലെ അർദ്ധരാത്രിയിലെ കരോൾ ഗാന പരിപാടിയിൽ മൈക്ക് ഉപയോഗിക്കുന്നത് തടഞ്ഞ ആ പരിപാടി അലങ്കോലപ്പെടുത്തിയ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിരിക്കുന്നത്. ഈ നടപടി പാർട്ടിക്കുള്ള വോട്ട് ബാങ്കിനെ കൂടുതൽ ശുഷ്കമാക്കുമെന്ന് പാർട്ടി ചിന്തിക്കുന്നുണ്ട്. തൃശ്ശൂർ ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. തൃശ്ശൂരിലെ MP സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ CPMനും CPIക്കും ഉണ്ടായ തിരിച്ചടി പാർട്ടിക്കൊരു പാഠമാണ്. അതിനിയും തുടരാൻ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ പാലയൂർ പള്ളിയിലെ കരോൾ ഗാനാലാപനം അലങ്കോലപ്പെടുത്തിയ SIക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്നാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ പള്ളി അധികാരികൾ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു.
അടിയന്തരമായി ഉദ്യോഗസ്ഥർക്ക് ഫോൺ കൈമാറാനായിരുന്നു സുരേഷ് ഗോപിയുടെ നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയുടെ ഫോൺ SIക്ക് കൈമാറാൻ ശ്രമിച്ചുവെങ്കിലും സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയുടെ ഫോൺ വാങ്ങാനോ അദ്ദേഹവുമായി സംസാരിക്കാനോ SI താല്പര്യപ്പെട്ടില്ല. SI അതിനെ തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. പിന്നീട് ജില്ലയിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സുരേഷ് ഗോപി ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങളുണ്ടായി. ഇപ്പോൾ ഇതാ ജില്ലയിലെ CPM നേതൃത്വം തന്നെ പരിപാടി അലങ്കോലപ്പെടുത്തിയ, പള്ളിയിലെ ക്രിസ്മസ് അലങ്കോലപ്പെടുത്തിയ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ്.